ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പിള്ളേർക്കുള്ളൊരു മെയിൻ ഡൗട്ടാണ്. നമ്മുടെ ഈ ഒരു കണ്ണിൽ നമുക്ക് ഈ കണ്ണാടിയുള്ളൊരു പരിപാടി എന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നം എല്ലാവരും നേരിടുന്നൊരു മെയിൻ പ്രശ്നമാണ്. നമുക്ക് കണ്ണിൽ കണ്ണാടി വെച്ച് നമുക്ക് ഈ മെർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ, മെഡിക്കൽ അൺഫിറ്റായി പോകുമോ, അല്ലെങ്കിൽ എൻ്റെ കണ്ണാടി വെച്ചോണ്ട് എനിക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും അലട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് വരുന്നൊരു മെയിൻ മെഡിക്കൽ സംബന്ധമായ ഒരു മെയിൻ കമൻ്റാണ്, അല്ലെങ്കിൽ മെയിനായിട്ട് എനിക്ക് വരുന്ന കുറച്ച് മെസ്സേജിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ സീൻ. ഓക്കെ, ഈ കണ്ണിൽ കണ്ണാടി ഉള്ളതിൻ്റെ പ്രശ്നമാണ് എല്ലാവരും നേരിടുന്ന മെയിൻ പ്രശ്നം. സോ ഇന്ന് ഞാൻ ഇത് ജസ്റ്റ് ഒരു ബ്രീഫ്ലി ഒന്ന് പറയാൻ പോകണം. എങ്ങനെയാണ് ആ ഒരു പരിപാടി അവർ നോക്കുന്നത്, എത്രയാണ് നോക്കുന്നത്, കണ്ണാടി ഉണ്ടെങ്കിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ അതിട്ട് കാണുന്നത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഈ കണ്ണാടി നമ്മൾ ഈ സ്കൂൾ തൊട്ടേ വെക്കുന്നവരാണ്, ചിലപ്പം കൊച്ചുനാൾ തൊട്ടേ വെക്കുന്നവർ കാണാം, ഇല്ലെങ്കിൽ ഈ ഒരു അടുത്തിടയ്ക്ക് വെക്കുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു മെർച്ചൻ്റ് നേവി മെഡിക്കലിനകത്ത് അവർ മെയിനായിട്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് പറയുന്നുണ്ട്, നമുക്ക് 6/6 നമുക്ക് ഐസൈറ്റ് വേണമെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും മിക്കവർക്കും അത് അറിയാം. ഈ എൻ്റെ ഒരു ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു മറൈൻ എഞ്ചിൻ, ഈ എഞ്ചിൻ സൈഡിലോട്ട് പോകുന്നവർക്ക് ഈ 6/6 അത്ര മാൻഡറ്ററി ഒന്നും അല്ല. 6/12 ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്ത് വിടുന്നു. കാരണം നമുക്ക് അത്ര ഇഷ്യൂസ് ആ ഒരു സെക്ഷനിൽ വരും. നമുക്ക് ഈ മെയിനായിട്ട് ഈ BSc നോട്ടിക്കൽസിൻ്റെ DNS ഈ ഡെക്ക് സൈഡിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് ഒരു 6/6 മാൻഡറ്ററി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡെക്കിലോട്ട് പോകുന്ന ഒരു ആൾക്കാർ, അല്ലെങ്കിൽ ഡെക്കിൽ കയറാൻ, അല്ലെങ്കിൽ ഡെക്ക് വർക്കിനാണ് നിങ്ങൾക്ക് ഈ ആ ഒരു സൈഡിലോട്ട്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 6/6 വേണം. പിന്നെ ഈ കണ്ണാടി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പോവാം, പക്ഷെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് ഉള്ളത്. നമുക്ക് ഈ കണ്ണാടി വെച്ചുകൊണ്ട് തന്നെ 6/6 അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റേഷ്യോയിൽ എത്തുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. കാരണം നമുക്ക് വിത്ത് ഗ്ലാസ്സിൽ ഒരിക്കലും പോകാൻ പറ്റില്ല. നമുക്ക് എന്താണെങ്കിലും നമ്മൾ ലേസിക്ക് ചെയ്തേ പറ്റുള്ളൂ. ഈ ലേസിക്ക് ചെയ്യുമ്പോൾ അവർ നോക്കുക, ഈ ലേസിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ 6/6 നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ഫിറ്റ് ആവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് കണ്ണാടി ഉണ്ടെങ്കിൽ അവർ അൺഫിറ്റ് ആക്കി, ടെമ്പററി അൺഫിറ്റ് ആക്കിയിട്ട് നിങ്ങളോട് അവർ പറയും നിങ്ങൾ ലേസിക്കൊക്കെ ചെയ്തിട്ട്, നിങ്ങൾ ലേസിക്ക് മീൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് മറ്റേ ലേസർ ചെയ്യത്തില്ല നമ്മൾ, അതിനാണ് അങ്ങനെ പറയുന്നത്. ഐ മീൻ കണ്ണിൻ്റെ ഓപ്പറേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ജസ്റ്റ് ലേസർ വെച്ച് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് അവർ അങ്ങനെ പറയുന്നത്. സോ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വരാൻ പറയും. 6/6 അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മെർച്ചൻ്റ് നേവി കയറാം. അതല്ല നിങ്ങൾക്ക് ആ രീതിക്ക് നിങ്ങൾക്ക് ഈ ചിലവർക്ക് നമുക്ക് ഈ ഒരു ഐയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ആണ്. ഈ ഒരു ബോർഡറിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ലേസിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഈ ലേസർ സർജറി നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്ന ആൾക്കാർ, എനിക്ക് അങ്ങനെ അറിയാവുന്ന കുറച്ച് പേരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേര് എനിക്കറിയുമ്പോൾ എനിക്കിത് സംഭവം അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ മോശമായ ആൾക്കാർ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള. സോ അവർക്കൊരിക്കലും ഈ മെർച്ചൻ്റ് നേവി ആ ഒരു ഫീൽഡിലോട്ട് വരാൻ പറ്റില്ല. കാരണം എന്തൊക്കെ പ്രശ്നം വന്നാൽ നമുക്ക് ഈ ഐസൈറ്റ് 6/6 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര മാൻഡറ്ററി ആണ്. അവർ ഒരു രീതിക്ക് ഇപ്പോൾ എനിക്കൊന്ന് എഞ്ചിൻ സൈഡിൽ വരെ 6/6 ഐസൈറ്റ് ആണ് അവരിപ്പോൾ പറയുന്നതെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഒരു ടൈമിൽ മാറി ഇപ്പോൾ കുറേ പേരുടെ അടുത്ത് പറയും, ഇല്ല ചേട്ടാ 6/12 അല്ല 6/6 തന്നെ എഞ്ചിൻ സൈഡിൽ വേണം എന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ എല്ലാ രീതിക്കും അവർ റൂൾസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സോ ലേസിക്കിൻ്റെ കാര്യം, ഇല്ലെങ്കിൽ ഐസൈറ്റിൻ്റെ പ്രശ്നം ഇതാണ് മെയിനായിട്ടുള്ളത്. 6/6 നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾക്ക് കയറാൻ ജസ്റ്റ് ലേസർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ പറ്റും 6/6 ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾ ഡോക്ടറിനെ കാണുമ്പോൾ അവർ പറയും ഇങ്ങനെയൊക്കെയാണ് സംഭവം, അങ്ങനെയൊക്കെയാണ് സംഭവം, ഇങ്ങനെ ചെയ്താൽ ഇത് സെറ്റാവുന്നൊക്കെ പറയുകയാണെങ്കിൽ മാത്രം ലേസിക്ക് ചെയ്യുക, കണ്ണാടി മാറ്റുക, മെർച്ചൻ്റ് നേവി ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങൾ വിട്ടേക്കാൻ നമുക്ക് 6/6 ഇല്ലെങ്കിൽ ഒരിക്കലും കയറാൻ പറ്റില്ല. സോ ഇത്രയാണ് ഈ ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. 6/6 ഉണ്ടോ എന്ന് നോക്കുക. 6/6 ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുന്നത്. കുറേ പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചതാണ്, കമൻറ്റ്സ് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക്. പക്ഷേ എന്നിട്ടും സ്റ്റിൽ ഈ ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാവർക്കും ഈ 10-50 മെസ്സേജ് വരുമ്പോൾ വാട്സപ്പിനകത്ത് വേറെ വരുന്നുണ്ട്. സോ അത് ഇടാനുള്ളൊരു ബുദ്ധിമുട്ടായ ഒറ്റ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇമ്പ്രഷൻ പോകും, എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനല്ല ഈ വീഡിയോ പോകും. അവർക്ക് ഡൗട്ടുള്ളവർക്കെല്ലാം, ചോദിക്കാൻ മടിയുള്ളവർക്ക് ഈ വീഡിയോ ചുമ്മാ ജസ്റ്റ് കണ്ടിരുന്നാൽ മതി. സോ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാതിരിക്കുക. സോ വീഡിയോ എന്തെങ്കിലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പുതിയ ഡേക്ക് ബൈ ഗൈസ്.